ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ ഇക്കാലത്ത് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു മിനി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ രാവിലത്തെ നാഷ്ട കഴിക്കണം കേട്ടോ. ഇക്ക ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നാഷ്ട കൊടുക്കുകയാണ്. ഇക്കാക്കും കുട്ടികളൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഗോതമ്പ് ദോശയാണ്, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ഇന്നലത്തെ ഒരു ചിക്കൻ ബിരിയാണി ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. അത് വിജയിച്ചു കേട്ടോ, ഗംഭീരമായിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവർ കഴിക്കുകയാണ് കേട്ടോ. അടുത്തതാണ് ഞാൻ എടുത്തിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുറച്ച് മാസങ്ങളായിട്ടോ. അപ്പോൾ എനിക്കും മോൾക്കൊരു ഡ്രസ് കോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തപ്പോഴാണ് മോൾ എണിച്ചത് കേട്ടോ. പിന്നെ 2 ഇക്കമാരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഉള്ളത് കൊണ്ട് ഒരു കുറച്ച് സമാധാനം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം കാണിച്ചത് 2 to 3 മണീൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയണം എനിക്കും മോൾക്കും ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ മൂത്ത ആളിനോട് കേട്ടോ, മൂത്ത മോനോട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ കെട്ടകെട്ടാന്ന് സ്റ്റിച്ച് ചെയ്തു. അവർ കുട്ടീനെ നോക്കിയത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റി കേട്ടോ. അങ്ങനെ 1 മണിക്കൂറും കൊണ്ട് എൻ്റെ മോൾക്കും എനിക്കും ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റി. കേട്ടോ കുട്ടി കരയണ്ട കേട്ടോ. അമ്മയുടെ കുട്ടിക്ക് പുതിയ ഡ്രസ്സും മടിക്കും. എനിക്ക് എവിടേക്കെങ്കിലും പോകണമെന്ന് തീരുമാനിച്ചാൽ ആദ്യം ഞാൻ പെട്ടെന്ന് മെഷീനിൽ പോയിരിക്കും കേട്ടോ. 1 മണിക്കൂർ ഗ്യാപ്പാണെങ്കിൽ 1/2 മണിക്കൂർ ഗ്യാപ്പാണെങ്കിൽ ഒരു ഡ്രസ്സ് ഞാൻ ഡിസൈൻ ചെയ്യും. അതും എൻ്റെ ഒരു ഇൻട്രസ്റ്റാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ 1 മണിക്കൂറിന് കൊണ്ട് എനിക്കും മോൾക്കും ഡ്രസ് കോഡൊക്കെ സ്റ്റിച്ച് ചെയ്തു. അവൾക്ക് കൊളുത്തൊക്കെ വെക്കാനുണ്ട് കേട്ടോ. ഉടുമ്പൽപേട്ട പോയിട്ട് ചെയ്യാമെന്ന് അന്ന് ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ എന്നാൽ നമുക്ക് ഉടുമ്പൽപേട്ട പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ്. അങ്ങനെ പെട്ടെന്ന് സ്റ്റിച്ചിങ് ചെയ്തു. വീട്ടിലെ കാര്യങ്ങളൊക്കെ കിടകിടാന്ന് ചെയ്തിട്ട് 4:10 ട്രെയിന്. നമ്മൾ 4 മണി ആകുന്നതിന് മുമ്പാണ് കേട്ടോ നമ്മൾ സ്റ്റേഷനിൽ എത്തിയത്. പിടിച്ചോട്ടെ സ്ഥലം അവന് വിശ്വസിച്ച് കൊടുക്കണ്ട. മേലെയാണ് മസാല കേസരി ഇഡ്ലി മാവ് കേസരി നന്നായിട്ടുണ്ട് കേട്ടോ. നോക്കണേ എന്ത് നോക്കണേ പെണ്ണെ, എന്ത് നോക്കണേ ഇങ്ങനെ ഇവര് ഫോണ് കുട്ടികൾ കൊണ്ടായത് കാരണം എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്താ പറയുക, വായിൽ വെല്ലം വെച്ചിട്ട് ആ ഭയങ്കര പണിയിലാണ്. നമ്മളോ ഇതാ അങ്ങനെ ഞങ്ങളൊരു 1 ഡേ ട്രിപ്പ് കേട്ടോ. രാത്രിയാണ് ട്രെയിന്. 7:30 ഉള്ള ട്രെയിനിലാണ് കേട്ടോ നമ്മൾ റിട്ടേൺ വന്നത്. അപ്പോൾ ദുവാ ബേബി ഇനിയും കൊണ്ട് നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് 1 ഡേ ട്രിപ്പ് പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.